വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എടപ്പാൾ സി സുബ്രഹ്മണ്യൻ. അവധിക്കാലത്തിന് അവധി കൊടുത്ത് പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയായി. കുട്ടികളെ ചൊല്ലി രക്ഷിതാക്കൾക്കുള്ള ആധിയും അധികമാവുന്ന അവസരമാണിത്. കുട്ടികളിലെ വർദ്ധിച്ചുവരുന്ന ലഹരി ആസക്തിയും അക്രമവാസനയും ഏറെ ഉത്കണ്ഠാജനകമാണ്. ഈ പ്രശ്നത്തെ എങ്ങനെ മറികടക്കാനാകുമെന്ന ചിന്ത വളരെ പ്രസക്തമാണ്. ഇഷ്ടം എന്നത് മനോഹരമായ ഒരു വാക്കാണ്. ഇഷ്ടത്തിൻ്റെ ആഴവും ശക്തിയും വ്യാപ്തിയും വർദ്ധിക്കുമ്പോൾ അത് ആസക്തിയായി മാറും. ചില ആസക്തികൾ പലർക്കും ഒരു ദൗർബല്യമാണ്. മദ്യാസക്തി, മയക്കുമരുന്നിനോടുള്ള ആസക്തി തുടങ്ങിയവ ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളാണ്. എന്തിലെങ്കിലും വ്യാപൃതമായിരിക്കുക എന്നത് മനുഷ്യ മനസ്സിൻ്റെ പ്രത്യേകതയാണ്. കുട്ടികളെ പഠിക്കാൻ മാത്രം നിർബന്ധിച്ച് മറ്റൊന്നിനും സമയം കൊടുക്കാതിരിക്കുന്നത് അത്ര നല്ല കാര്യമല്ല. പഠിച്ചു മടുക്കുന്ന സമയത്ത് അവർക്ക് ഏർപ്പെടുവാൻ എന്തെങ്കിലും ഉണ്ടായിരിക്കണം. കളിയും പാട്ടും ചിരിയും ചിത്രവും അഭിനയവും നൃത്തവും എന്തുമാകാം. അതിനു പറ്റിയ ഒന്നാണ് വായന. വായന ഒരേ സമയം വിനോദവും വിജ്ഞാന ഉപാധിയുമാണ്. വായനയോടുള്ള ആസക്തി മറ്റു പല ദുഷ്ട ആസക്തികളിൽ നിന്നും കുട്ടിയെ രക്ഷിക്കുന്നു. ജൂൺ മാസത്തിൽ വായനയുമായി ബന്ധപ്പെട്ട് കുട്ടികളെ കാത്തിരിക്കുന്നത് നിരവധി പ്രവർത്തനങ്ങളാണ്. വായനാ ദിനം, വായനാ വാരം, വായനാ പക്ഷം, വീട്ടിലൊരു ലൈബ്രറി, അങ്ങനെ അത് നീണ്ടുപോകുന്നു. വായനയുടെ പ്രാധാന്യത്തെപ്പറ്റി ഒട്ടേറെ കാര്യങ്ങൾ നമുക്കറിയാം. ഒരാളുടെ ബുദ്ധിപരമായ വളർച്ച, ഭാഷാശേഷി, പദസമ്പത്ത്, വിമർശനാത്മക ചിന്ത തുടങ്ങിയവ ഒരു വശത്ത്. വൈകാരിക ബുദ്ധിവികാസമാണ് മഹത്തായ മറ്റൊരു കാര്യം. സാഹചര്യങ്ങൾക്കനുസൃതമായി വികാരപ്രകടനങ്ങൾ നടത്താൻ കഴിയുക എളുപ്പമുള്ള സംഗതിയല്ല. വായന അതിന് പ്രാപ്തി നൽകുന്നു. സത്യം, സ്നേഹം, സഹാനുഭൂതി തുടങ്ങിയ മാനുഷിക മൂല്യങ്ങൾ നേടിയെടുക്കാനും ജീവിത സാഹചര്യങ്ങളെ യുക്തിസഹമായി നേരിടാനും ഇത് വഴിയൊരുക്കുന്നു. നന്നായി എഴുതിയ ഒരു പുസ്തകം വായിക്കുന്നത് ഒരു എഴുത്തുകാരനാകാനുള്ള നമ്മുടെ കഴിവിനെ മെച്ചപ്പെടുത്തുന്നു. ജീവിതത്തിൽ എവിടെയെങ്കിലും എത്തണമെങ്കിൽ ധാരാളം പുസ്തകങ്ങൾ വായിക്കണമെന്നാണ് എഴുത്തുകാരനായ റോൾഡ് ഡാൽ പറയുന്നത്. സാക്ഷരത ദുരിതത്തിൽ നിന്നും പ്രതീക്ഷയിലേക്കുള്ള പാലമാണെന്ന് കോഫി അന്നൻ അഭിപ്രായപ്പെടുന്നു. തൂക്കുമരത്തിൽ കയറുന്നതിന് മുമ്പ് അവസാനത്തെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വായിച്ചു കൊണ്ടിരിക്കുന്ന പുസ്തകം പൂർത്തിയാക്കാനുള്ള സമയം മതി എന്നു പറഞ്ഞ ഒരു മഹാൻ നമുക്കുണ്ടായിരുന്നു. ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് അനസ്തേഷ്യ വേണ്ട, നല്ലൊരു പുസ്തകം മതി എന്നു പറഞ്ഞ മഹാനെക്കുറിച്ചും നമ്മൾ കേട്ടിട്ടുണ്ട്. അറിവ് കൊണ്ട് ഒരു വ്യക്തിക്ക് എന്തും നേടാം. ഭാവന കൊണ്ട് ഈ ലോകം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും കഴിയും. എന്നിട്ടും ഈ കഴിവ് നേടിയെടുക്കുന്നതിന് മഹാഭൂരിപക്ഷം മടിക്കുന്നത് എന്തുകൊണ്ടാണ്? തുടക്കത്തിൽ ഒരല്പം പ്രയാസമുണ്ടാക്കുമെങ്കിലും ശീലമായി കഴിഞ്ഞാൽ വളരെ ആസ്വാദ്യകരമായ സംഗതിയാണത്. ആദ്യം രസകരമായ പുസ്തകങ്ങൾ കുട്ടികൾക്ക് നൽകുക. വായിച്ച് വായിച്ച് വായനയുടെ രസമറിഞ്ഞ് മുന്നേറിക്കഴിഞ്ഞാൽ അവർക്ക് അതിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല. വായന ഒരു ലഹരിയായി മാറ്റിയെടുക്കുക. അപ്പോൾ മറ്റു ദുഷ്ടലഹരികൾ അവിടെ നിന്നും കുടിയൊഴിഞ്ഞു പോകും. ചങ്ങമ്പുഴയുടെ മനസ്വിനി എന്ന കവിതയിലെ 2 വരികൾ ഇങ്ങനെയാണ്: വേദന വേദന ലഹരി പിടിക്കും വേദന ഞാനിതിൽ മുഴുകട്ടെ, മുഴുകട്ടെ മമ ജീവനിൽ നിന്നൊരു മുരളീ മൃദുരവമൊഴുകട്ടെ. അതിൽ വേദന എന്ന പദം മാറ്റി വായന എന്നാക്കുക. വായന വായന ലഹരി പിടിക്കും വായന ഞാനിതിൽ മുഴുകട്ടെ, മുഴുകട്ടെ മമ ജീവനിൽ നിന്നൊരു മുരളീ മൃദുരവമൊഴുകട്ടെ. കുട്ടികളുടെ മാത്രമല്ല, ഓരോ വ്യക്തിയുടെയും ജീവിതം മധുരതരമാക്കാൻ, ഒരു സംഗീതമാക്കാൻ വായന കൊണ്ട് സാധിക്കും, തീർച്ച. വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് എടപ്പാൾ സി സുബ്രഹ്മണ്യൻ.